നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭരണത്തലവനെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളൊക്കെ തന്നെ രൂക്ഷമാണെന്ന സൂചനയാണ് നൽകുന്നത്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇപ്പോൾ ബുധനാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടൊരു തീരുമാനമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചാനൽ ചർച്ചകളിലും മാധ്യമ റിപ്പോർട്ടുകളിലും ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ ഉയർന്നു വരുമ്പോൾ ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയോടെയാണ് ചുവടുകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. തിടുക്കപ്പെട്ടുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുമെന്ന ഒരു ഭയം തീർച്ചയായിട്ടും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വടംവലി മുറുകുന്നതിനിടെയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഇപ്പോൾ ഡൽഹിയിലേക്ക് അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ തന്നെ ചർച്ചകൾക്ക് ആരംഭം കുറിക്കും. മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള K മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവർക്ക് പുറമെയായിട്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് തുടങ്ങിയവരും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇവരുമായിട്ട് വ്യക്തിപരമായിട്ടും കൂട്ടായിട്ടും ചർച്ചകൾ നടത്തി ഒരു സമവായത്തിലെത്താനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. നേതാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുന്നതിലൂടെ പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ വികാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരിൽ 47 പേരുടെ പിന്തുണ വേണുഗോപാലിനൊപ്പം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കൂടാതെ KPCC നേതൃത്വത്തിന്റെ ഭൂരിഭാഗം പിന്തുണയും അദ്ദേഹത്തിന് അനുകൂലമാണ്. പാർട്ടിയിലെ തന്റെ സ്വാധീനവും കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള അടുത്ത ബന്ധവും വേണുഗോപാലിന് മുൻതൂക്കം നൽകുന്നു. എന്നാൽ ഒരു MP-യെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തെ ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്നു. എന്നാൽ മറുഭാഗത്ത് VD സതീശന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടത്തിയ മികച്ച പ്രകടനം സതീശന് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ VD സതീശനെ പിന്തുണയ്ക്കുന്നുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിലിറങ്ങിയതുമൊക്കെ തന്നെ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തിയതുമൊക്കെ തന്നെ ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ മുഖ്യമന്ത്രി പദം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരും സജീവമായിട്ട് ചർച്ചയിലുണ്ട്. AK ആന്റണിക്ക് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനോട് കൂടുതൽ താല്പര്യമുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു നേതാവ് വേണമെന്ന നിലപാടിലാണ് AK ആന്റണി. VD സതീശന് ഇനിയും സമയമുണ്ടെന്നും അതിനാൽ ഇപ്പോൾ ചെന്നിത്തലയെ പരിഗണിക്കാമെന്നും ആന്റണി നിർദ്ദേശിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ ഈ നിലപാട് തീർച്ചയായിട്ടും ചെന്നിത്തലയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും MLA-മാരുടെ പിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹം അല്പം പിന്നിലാണെന്നാണ് പുറത്തുവരുന്ന സൂചന. മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും നിർണായകമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. തുടക്കത്തിൽ KC വേണുഗോപാലിനെ പിന്തുണച്ച ലീഗ് നേതൃത്വം പിന്നീട് അണികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് തന്ത്രപരമായിട്ടുള്ളൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. VD സതീശനെ അനുകൂലിക്കുന്ന ലീഗ് അണികൾ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലെ വൻ വിജയത്തിന് പിന്നിൽ ലീഗിന്റെ പിന്തുണയുണ്ടെന്നത് പ്രിയങ്കയ്ക്ക് തള്ളിക്കളയാനാവില്ല. ഈ സാഹചര്യത്തിൽ പ്രിയങ്കയുടെ ഇടപെടൽ സതീശന് പുതിയ ജീവശ്വാസം നൽകിയിരിക്കുകയാണ്. ലീഗ് അണികളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ തന്നെ ലീഗ് ഇടപെടേണ്ടതില്ലെന്ന് മാത്യു കുഴൽനാടനെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് നേരത്തെ വലിയ വിവാദമായിരുന്നു. എന്നാൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിന്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് UDF-നെ സംബന്ധിച്ച് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലീഗിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയുള്ള ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ലീഗ് നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോഴും നടന്നു വരികയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഭാവിയും മുഖ്യമന്ത്രി തീരുമാനത്തോടൊപ്പം തന്നെ കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം മന്ത്രിയാവുകയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായിട്ട് വരും. പകരം ആര് ആ സ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിലും വലിയ തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി തുടങ്ങിയവർ ഈ പദവിക്കായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. അതേസമയം ദളിത് വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യവുമായിട്ട് കൊടിക്കുന്നിൽ സുരേഷും രംഗത്തെത്തിയിട്ടുണ്ട്. മുതിർന്ന ദളിത് നേതാവായിട്ടുള്ള തനിക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കണമെന്ന് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. യുവാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്ന വാദവുമായിട്ട് ഷാഫി പറമ്പലിന്റെ പേരും KPCC അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ MP ആയ ഷാഫിയെ വീണ്ടും ഒരു പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് പലർക്കും വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസഫ് വാഴക്കനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ പരിഗണിക്കണമെന്ന വാദവും ഇപ്പോൾ ശക്തമാണ്. സീറ്റ് നിഷേധിക്കപ്പെട്ട വാഴക്കനെ അർഹമായിട്ടുള്ള പദവി നൽകി ആദരിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ ആവശ്യം. KPCC അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള ഈ തർക്കങ്ങൾ
മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെയും ഏറെ ബാധിക്കുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ഉടൻ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് തീർച്ചയായിട്ടും കടക്കേണ്ടതായിട്ടുണ്ട്. 5 മന്ത്രിസ്ഥാനങ്ങളാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് 2 സ്ഥാനങ്ങൾക്കായിട്ട് വാദിക്കുന്നു. ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നതിനനുസരിച്ചായിരിക്കും മന്ത്രിമാരുടെ പട്ടികയിലും മാറ്റം ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ മന്ത്രിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ സതീശനാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ ഈ സമവാക്യങ്ങളൊക്കെ തന്നെ പാടെ മാറും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും മന്ത്രിമാരെയൊക്കെ തന്നെ കണ്ടെത്തുക എന്നത് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയായിരിക്കും. ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയ മുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ VM സുധീരന്റെ നിലപാട് സതീശന് വലിയ കരുത്താണ് ഇപ്പോൾ പകരുന്നത്. മുരളീധരനും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളിയും ഹൈക്കമാൻഡ് തീരുമാനത്തിന് വഴങ്ങാൻ തയ്യാറാണെങ്കിലും തങ്ങളുടെ അതൃപ്തി അത് കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഐക്യമുണ്ടാക്കാനായിട്ട് എല്ലാവരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കാനാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആരും പിണങ്ങിപ്പോകരുത് എന്ന കടുത്ത നിർദ്ദേശം ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. ജനങ്ങളെ തെരുവിലിറക്കിയുള്ള സമ്മർദ്ദതന്ത്രങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡിന് ഒട്ടും സ്വീകാര്യമല്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. VD സതീശന് വേണ്ടിയിട്ട് നടന്ന പ്രകടനങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം. ഇതാകട്ടെ സതീശന് തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നാൽ ജനവികാരം മാനിക്കണമെന്ന ലീഗിന്റെ നിലപാടിനെ തള്ളിക്കളയാനും ഹൈക്കമാൻഡിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ വീണ്ടും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് തയ്യാറാക്കുന്നുണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദം ഒരാൾക്കും KPCC അധ്യക്ഷ പദം മറ്റൊരാൾക്കും നൽകിക്കൊണ്ട് തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനായിരിക്കും ശ്രമങ്ങൾ ഉണ്ടാവുക. AK ആന്റണിയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ വിജയിച്ചാൽ ഇന്ന് വൈകുന്നേരമോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പ്രഖ്യാപനം ഉണ്ടായേക്കാം. അന്തരീക്ഷം തണുപ്പിക്കാനായിട്ട് പ്രഖ്യാപനം ഇനിയും വൈകിപ്പിക്കാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അണികളുടെ ആവേശം കുറയുന്നത് വരെ കാത്തിരിക്കുക എന്ന തന്ത്രവും ഹൈക്കമാൻഡ് ഇവിടെ പയറ്റുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ ഭരണത്തലവനെക്കുറിച്ചുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഓരോ നിമിഷവും ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. VD സതീശന്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ലെങ്കിലും KC വേണുഗോപാലിന് തന്നെയാണ് ഇപ്പോഴും മേൽക്കൈയുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനം വെറുമൊരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെയും ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ തന്നെ അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പരീക്ഷണശാലയായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്തിമ തീരുമാനം എന്തു തന്നെ ആയാലും അത് വരാനിരിക്കുന്ന UDF സർക്കാരിൻ്റെ ഭാവിയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ആ അവസാന വാക്കിലേക്കാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രം.